ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാ മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമോ നോക്കിക്കോളൂ കേട്ടോ. 2-3 മിനിറ്റ് നേരം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ ശ്രമിച്ചാൽ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായക്കൊക്കെ വെള്ളം വെച്ചു. പിന്നെ നമുക്ക് ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കണത്, ഇന്നലെ കുറച്ച് അരച്ച് വെച്ച നമ്മളെ ഇതുണ്ടല്ലോ, ചീയപ്പത്തിൻ്റെ മാവുണ്ട്, അതുണ്ട്. പിന്നെ കുറച്ച് ചോറും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തൂമിച്ചോറും പിന്നെ ഈ അപ്പം ചൂടാന്നാട്ടോ വിചാരിച്ചിരിക്കണത്. കുട്ടിയാൾക്ക് രണ്ടാക്കും, സനുവിനും മിനുട്ടിക്കും തൂമിച്ചോറ് വലിയ തൃപ്തിയില്ല. എനിക്കും ജിനുവിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇപ്പം മഴയല്ലേ, കുറച്ച് തടിയൊക്കെ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മൾ തൂമിച്ചോറ് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായയാണ് കുടിച്ചിട്ട് നമുക്ക് അടുത്ത് തുടങ്ങാം അല്ലേ. അപ്പോൾ നമുക്ക് ജലദോഷമൊക്കെ പിടിച്ചിട്ടേ കൊല്ലിക്കൊരു കാറലും ഉണ്ട്. അപ്പോൾ ഒരു കട്ടൻ ചായ ഇങ്ങനെ കുടിച്ച് ആ കൊല്ലിക്ക് ഇങ്ങനെ തട്ടുമ്പോൾ ഒരു സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും കട്ടൻ ചായയൊക്കെ അങ്ങോട്ട് കുടിച്ച് റാഹത്തായിട്ട് നമുക്ക് ഇനി അടുപ്പത്തേക്കാണ് പോകാം. അപ്പോൾ ഇതാക്കണേ, ഒലിക്ക് ചൂടാനല്ല ഒരു 3-4 അപ്പത്തിനില്ല മാവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഒന്നും വേണ്ട, അത് മതിയല്ലോ. പിന്നെ കുറച്ച് ചോറും ഇതാക്കണേ. അപ്പോൾ ഇന്നലെ കുറച്ച് ചോറ് രണ്ടാമത് വൈകുന്നേരം വെച്ചത് കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ബാക്കിയായി. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് തിളപ്പിച്ച് ഊറ്റാനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്താ ഇട്ട് കണ്ടൊരു തൂമിച്ചോറാണ് ഉണ്ടാക്കി വെച്ചാൽ നല്ല രസമാണ് കേട്ടോ. നല്ല രസമാണ് തൂമിച്ചോറ്. അത് എന്നൊന്നായാൽ പറ്റൂല, എപ്പോഴെങ്കിലൊക്കെ ആയാലേ പറ്റുള്ളൂ കേട്ടോ. പെറ്റടക്കുമ്പം തൂമിച്ചോറ് കണ്ണിൻ്റെ വരെ കണ്ടുകൂടാ. ഇപ്പം തൂമിച്ചോറ് കിട്ടിയാൽ തിന്നൂട്ടാ. അപ്പോൾ പെറ്റടക്കുമ്പോൾ വെച്ചാൽ എന്നും ഇതിങ്ങനെ ആകുമ്പോൾ ഒരു മടുപ്പാണല്ലോ. ഇത് എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ നല്ല തൃപ്തിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് അപ്പം ആദ്യം ചൂടാം, എന്നിട്ട് നമുക്ക് തൂമിച്ച ചോറും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, നമ്മളെ ചട്ടിയൊക്കെ ചൂടായിട്ട് നമ്മളെ അപ്പമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിക്കണേ. ഇനി നമുക്ക് ഒന്ന് മൂടിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, അപ്പൊക്കെ ഓരോന്ന് നമ്മളങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും നിങ്ങളെ സപ്പോർട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാണ് കേട്ടോ. നല്ല നല്ല കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് കാട്ടണം, നമുക്ക് തൂമിച്ച ചോറുണ്ടാക്കണം. അതിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി ചൂടാക്കിയപ്പം പിന്നെ കുറച്ച് നെയ്യിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും പറന്ന് കൊടുക്കാണ് കേട്ടോ. നെജ്ജും വെളിച്ചെണ്ണയും പറന്നിക്കാണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ നമ്മളെ തൂമിച്ചോറ് ഒരു രസം. എണ്ണ മാണ്ട കേട്ടോ. എണ്ണ ആകുമ്പോൾ അതിൻ്റെ ഒരു ചൊയ്യാകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ജീരുള്ളിയും അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. ചിലവർ ഇതിക്ക് വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ വറ്റൽമുളകൊന്നും ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്തിട്ട് നമുക്ക് നമ്മളെ ചോറായി കണ്ടിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണേ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഉപ്പും ആ വെളിച്ചെണ്ണയും പിന്നെ നമ്മളെ നെയ്യും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ ചോറിൽ ഇങ്ങോട്ട് ഇതാകണം. എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതാണ് മാറ്റി വെക്കാം. പിന്നെ ചോറ്റിനുള്ള തണിയും തീമടാം, ചോറും വെക്കണമല്ലോ. അപ്പം അങ്ങനെ ചോറ്റിനുള്ള തണിയും തീമിട്ടു. ഇനി നമുക്ക് അതവിടെ നിന്ന് തിളക്കട്ടെ. മോട്ടറൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കറണ്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കണം, അതിൻ്റെ ഇടയിൽ എപ്പോഴാണ് പോകുകയെന്നറിയില്ല. അപ്പോൾ ഇന്നലെ വെള്ളം നിൽക്കണമല്ലോ, അപ്പോൾ ഇന്നും ഞാനൊന്ന് പോയി നോക്കിയാണ് കേട്ടോ. അപ്പോൾ ഇതാ മഴ തന്നെയാണ് കേട്ടോ മക്കളെ. മഴ അങ്ങനെ പെയ്തോണം ചോർന്നോണം ഒക്കെ നിൽക്കണുണ്ട്. അപ്പോൾ ഒന്നും കൂടിയൊക്കെ ഞാൻ പോയി നോക്കിയതാണ്. അപ്പോഴും വെള്ളം നിൽക്കുന്നതാണ് കേട്ടോ. വൗക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ കമൻറ്റിലുണ്ടായി കേട്ടോ വൗക്കണോ ഇക്കൊണ്ടിന്നൊക്കെ. അപ്പോൾ നല്ല ശ്രദ്ധ ഉണ്ട്. ഇപ്പോൾ വൗക്കണമൊന്നുമില്ല കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞാൽ വൗക്കും, ഇപ്പോൾ വൗക്കണമൊന്നുമില്ല. അപ്പോൾ ഇവിടെ കുറച്ച് നമ്മൾ ഈ മാങ്ങമൂച്ചി അതിൻ്റെ മേലെയായിട്ട് അതിൻ്റെ ഇലയും ഇതൊക്കെ വന്ന് നിന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത്. അപ്പോൾ നോൽമ്പിൻ്റെ ഇതിൻ്റെ മുന്നേ ഞാൻ അടിച്ചു പോയൊക്കെ ചെയ്തീനി. പിന്നെ അപ്പം എന്താ ഇപ്പോൾ കാട്ടണത്, പിന്നെ ആ മാങ്ങമൂച്ചി കണ്ടിട്ട് പറഞ്ഞിനി കേട്ടോ മാങ്ങ തരുമോ എന്നുള്ളത്. മാങ്ങ തരാം, പിന്നെ നമ്മൾ ചോദിച്ച് എന്നാ നാട്ടിലേക്ക് വരുന്നേ. അപ്പോൾ പറഞ്ഞ് ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസമോ എന്ന് പറഞ്ഞേക്കണം കേട്ടോ നമ്മളാ കൂട്ടുകാരത്തി. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നതാണ്. അപ്പോൾ നമ്മളുണ്ടല്ലോ
ഈ മാസമൊക്കെ ലാസ്റ്റൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയൊക്കെ മാങ്ങ തട്ടി ഒപ്പിച്ച് കണ്ടൊക്കെ നമുക്ക് തരാണ്ടാവും. അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേന് മാങ്ങ കഞ്ചൂലേ. അപ്പോൾ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വന്നോളണ്ടി, നമുക്ക് ഇല്ലീനനുസരിച്ച് കൊണ്ടുപോകാം നമുക്ക് കേട്ടോ. അപ്പോൾ ഞാൻ പേര് പറയാൻ മറന്ന് പിന്നെ നോക്കാൻ മറക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ചോറ്റിന് അരി ഇട്ടിക്കണം കേട്ടോ. അവിടെയൊക്കെ പോയി നമ്മൾ വാർപ്പിൻ്റെ മേലൊക്കെ പോയി വന്ന് ചോറ്റിനൊക്കെ അരിയിട്ട് അതാക്കണേ. മഴ പെയ്ത് ചോർന്ന് ഇപ്പം നല്ലോണം വെയിൽ അങ്ങനെ എളിച്ചാട്ടി നിൽക്കണുണ്ട് കേട്ടോ. അത് എഴുതിക്കാണ്ട് തുണിയും കുപ്പായ ഒന്നും പുറത്തേക്ക് ഇടണ്ട, അപ്പം തന്നെ പെജും ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ഏതായാലും ചട്ടി ചൂടാക്കി ക്യാബേജ് വെക്കണമല്ലോ. പൊന്നാര മക്കളെ വല്ലാത്തൊരു പൊട്ടത്തരാണ് ഞാൻ കാട്ടിയത് കേട്ടോ. കടുകിൻ്റെ മാതിരി തന്നെയാണ് കേട്ടോ നമ്മളെ ചായപ്പൊടിയും വലിയ തരിയായിട്ടേ. നമ്മളെ ഊട്ടിയത്തെ ചായപ്പൊടി ഉണ്ടല്ലോ വലിയ തരിയായിട്ടില്ല, കടുകിൻ്റെ പോലെ തന്നെയല്ലേ കണ്ടില്ലേ. ഇതേമാതിരിക്ക് ഞാൻ കടുകാണ് എഴുതിക്കാണ്ട് ആ എണ്ണയ്ക്ക് അതാണ്ട് ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ ഞാൻ എന്താട്ടി ഇനിയിപ്പോൾ അതിൽ വെക്കാൻ പറ്റൂലല്ലോ, അതാണ്ട് ഒഴിവാക്കി നമുക്ക് വേറെ ഓഞ്ഞ് വെളിച്ചെണ്ണയൊക്കെ പാർന്നിട്ട് ഉണ്ടാക്കാം. ചില നേരത്തെ അങ്ങനെ ഒരു പൊട്ടത്തനുണ്ട്, രണ്ടും ഒരേ മാതിരി ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി പിന്നെ ഞാൻ ഇങ്ങനെ കരുതി അതിമലൊക്കെ ഇപ്പോൾ പേര് എഴുതി വെക്കേണ്ടി വരും. ഇത് ബേജാറ് കൂടിയാലോ കുഴപ്പം അതാണ് നമുക്ക്. എന്താണ് ഇടുന്നത് എന്നൊന്നും ചിലപ്പോൾ പൊടിയാടെ തന്നെ ഉണ്ടാവില്ല കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്തപ്പോൾ അത് പൊട്ടാത്ത ഇതിങ്ങനെ നോക്കുമ്പോഴാണ് അതിൽ കിടന്നങ്ങനെ പൊരിയണ കണ്ടത്. അപ്പോഴാണ് പഠിച്ചോനെ ഞാൻ ഇട്ടത് ചായപ്പൊടിയാണല്ലോ എന്നുള്ളത്. അതിൽ പിന്നെ ഏതായാലും പിന്നെയും പാർന്ന് പിന്നെ കടുകും കരിയേപ്പൊക്കെ ഇട്ട് പിന്നെ നമ്മളെ ക്യാബേജും കൂടി ആയിക്കാണ്ട് ഇട്ട് കൊടുത്തേക്കണേ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് മൂടി വെച്ച് വേവിച്ച പിന്നെ അതിക്ക് കുറച്ച് തേങ്ങയും കൂടി വേണം. അപ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ചു കുറച്ച് നമുക്ക് ചിരണ്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ തോനെയൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പം ഇന്ന് ചാറൊന്നുമില്ല, ഇനിയിപ്പോൾ തന്നെ മാത്രം മതി എന്നാണ് വിചാരിച്ചിരിക്കണത് ഞാൻ. അപ്പം അങ്ങനെ ഇതാക്കണേ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അതൊന്ന് ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ അതങ്ങനെ ഇട്ടെടുത്തു. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് തേങ്ങയും പാടൊന്ന് യോജിപ്പിച്ച് ഇങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇനി അതവിടെ കടന്ന് വേകട്ടെ. നമുക്കിനി ചോറ് വന്നിട്ട് നമുക്ക് നമ്മൾ ഉപ്പേരി അടുപ്പത്തേക്ക് തന്നെയാണ് വെക്കുക. അപ്പോൾ തൽക്കാലം അവിടെ നിന്ന് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഞാൻ പാത്രം ഒന്ന് മോരെടുക്കട്ടെ. അപ്പം ഷാളൊന്ന് ചുറ്റി കെട്ടിയെങ്കിലേ നമുക്ക് തൃപ്തിയാകുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു ഗതികേടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ കുറച്ച് മോറാണ്ട് അപ്പോൾ അതൊന്ന് മോരെടുക്കാം. പിന്നെ ചോറ് വേഗോളം കാത്തുക്കണമെന്നില്ല കേട്ടോ പാത്രം മോറാൻ. അപ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് മോരെടുത്തിട്ട് നമുക്ക് നമ്മളെ ചോറൊന്ന് പോയി നോക്കാം വെന്തുക്കണോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ ഏതായാലും ചോറൊക്കെ വെന്തുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ പാർന്ന് ഊറ്റിയിട്ട് നമുക്ക് ആ ചെമ്പട്ടിക്കല്ല പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ ഇതിങ്ങോട്ട് വെച്ചു. അങ്ങനെ ചോറ് വെന്തു. അപ്പോൾ രസം പീടിയത്തെ അരി ആയതുകൊണ്ട് തന്നെ 2-3 തള അളച്ചാൽ വേഗം കൂട്ടാം, വേഗം കയറി കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ഞാൻ വാർക്കലില്ല കേട്ടോ. വാർക്കലില്ല എന്താണെന്നറിയാം, വാർത്ത് കഴിഞ്ഞാലേ പിന്നെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് പിന്നെ ചോറൊന്നും കൂടി വേഗമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഊറ്റിയിട്ടാൽ വലിയ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഊറ്റിയിടുന്നത്. പിന്നെ അതാ നമ്മളെ ഉപ്പേരി ഞാൻ ഇവിടെ അടുപ്പത്ത് കൊടുന്ന് വെക്കുകയാണ് കേട്ടോ. ഏതായാലും തിരിച്ച് കത്തുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഗ്യാസിന്മേൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഞാനിതാക്കണേ നമ്മളെ ക്യാബേജ് ഉപ്പേരി ഞാൻ അവിടെ കൊണ്ടുവച്ചു. ഞാൻ അടുപ്പത്ത് കിടന്ന് അങ്ങനെ വന്നോളും. പിന്നെ തിരിച്ച് കത്തണോണ്ട് അങ്ങനെ കൊണ്ടുവന്നേക്കാം, അല്ലെങ്കിൽ ഗ്യാസ് വെറുതെ കത്തിച്ചണ്ടല്ലോ. അപ്പം നമ്മൾ കത്തിച്ച വിറകന്നെ അങ്ങനെ കത്തിപ്പോണുണ്ട്. അപ്പോൾ പിന്നെ ഒരു പൊറുതിയേടാണ് കേട്ടോ, അത് കത്തി ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഒരു സാധനം വെക്കാനുമില്ലല്ലോ. അങ്ങനെ ഏതായാലും ഉപ്പേരിയൊക്കെ സെറ്റായി വരട്ടെ. ചോറ് അങ്ങനെ ഊറ്റണമുണ്ട്, ഉപ്പേരി അങ്ങനെ ഇളക്കണമുണ്ട്, ഒക്കെ പടയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ തിരിച്ചൊന്ന് കെട്ടും ചെയ്തു, അതൊന്ന് ഊതി കത്തിച്ചും ചെയ്തു. അങ്ങനെയൊക്കെ അങ്ങനെ പോകണം കേട്ടോ. നേരം വെളുത്താൽ മക്കളെ ഇത് തന്നെയാണ്, ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയാണ് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പാഞ്ഞുകൊണ്ട് തന്നെയാണ്. പിന്നെ ഒരു 10-11 മണി ആകുമ്പോഴത്തേന് പണിയൊക്കെ കഴിഞ്ഞാൽ റാഹത്തായി ഇങ്ങനെ കുത്തിർക്കാം. TV ആണ്, ഫോണമ്മ കളിച്ച് ബുസായപ്പോതെ എന്ത് വേണമെങ്കിലും ആക്കാം. അങ്ങനെ അടുപ്പും വീതനെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് മായ പിന്നെയും പെയ്ത്. ഞാൻ പറഞ്ഞില്ലേ വെയിൽ നമ്മളെ കളിപ്പിച്ച മക്കളെ. ആ വെയിൽ കണ്ട് തുണിയും കുപ്പായും നമ്മൾ വെയിലത്ത് കിടാൻ നിന്നാൽ അതിന് തന്നെ ഒഴിവുണ്ടാവുള്ളൂ. ഞാൻ പോയിട്ടില്ല കേട്ടോ, അടുത്തിൻ്റെ ഓല കെട്ടീനി. ഞാനിച്ച് മനസ്സിലായിക്കണം അത് പെജ്ജൊന്നുമില്ലത്, മായ നമ്മളെ കളിപ്പിച്ചൊന്നുമില്ലത്. ഞാൻ പോയില്ല, നിൽക്കണോടത്ത് നിൽക്കട്ടെ എന്നാണ് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് മീൻ ഉണ്ടായിനി, അതൊന്ന് പൊരിച്ചെടുത്തിക്കണ്. പിന്നെ ഞാൻ ചെറുക്കനെ കൊണ്ടുപോകാനുള്ള ചോറ് ആക്കണമല്ലോ, അപ്പോൾ അവന് പാത്രത്തിലാക്കി കൊടുക്കണ്ട. ഇന്നിപ്പോൾ ഒരു കൂട്ടാനുമില്ല കേട്ടോ. അപ്പം അവനോട് ഞാൻ ചോദിച്ച് ഉള്ളി കൂട്ടാനോ തക്കാളി കൂട്ടാനോ എന്തെങ്കിലും ആണോ, അത് കാബേജ് ഉപ്പേരി ഉണ്ടാക്കിക്കണ് അത് മതിയോ എന്ന് ചോദിച്ചു.
അപ്പോൾ പറഞ്ഞ് അത് മതി മെച്ചിയെ, ചാറും വേണ്ട, പിന്നെ തക്കാളി കൂട്ടാനൊന്നും വേണ്ട, ആ ഒരു ഉപ്പേരി മതിയാണ്. പിന്നെ കുറച്ച് ഇത് ഇട്ടളിയായിരുന്നു, അച്ചാറും ഇട്ടളി, പിന്നെ മീനും ഉണ്ടല്ലോ അത് മതിയായിരുന്നു. അപ്പം ഇനി ചാറ് ഉണ്ടാക്കാഞ്ഞാൽ ഒരു ചാറും ഞമ്മക്കും ഇല്ല കേട്ടോ. ഉണ്ടാക്കാഞ്ഞാലുള്ള കുഴപ്പതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വെള്ളം ഉണ്ടാക്കണ്ടേ ഇങ്ങനെ തലയിൽ മതി നിൽക്കും. പിന്നെ അങ്ങനെ ഇതാക്കണ് മക്കൾക്കും തന്നെ ഈ കാബേജ് ഉപ്പേരി ഉണ്ടായതുകൊണ്ട് ഓല് ചിലപ്പോൾ കഞ്ഞിക്കാറ് കേട്ടോ കുടിച്ചാൽ. അപ്പോൾ പിന്നെ ചാറിച്ച് മാത്രം ഉണ്ടാക്കണം. അതുകൊണ്ട് വെച്ച് ഭയങ്കര മടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ച് ഉള്ളി അരിഞ്ഞങ്ങാണ്ട് ഉള്ളി കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഓനെ ഇതാക്കണേ 2-3 മീൻ കണ്ടം വെച്ചിക്കണം കേട്ടോ. ഞാൻ പെണ്ണയാളെ മീനൊന്നും വലിയ രസമൊന്നുമില്ല, പിന്നെ മീൻ ഇല്ലാഞ്ഞൊരു കൂട്ടാനും ഇല്ലല്ലോ, ഇതിട്ടാണ് വാങ്ങണതാണ്. അങ്ങനെ ഓനെ പറഞ്ഞേച്ചിട്ട് മഴ അങ്ങനെ പെജ്ജണുണ്ട്. മിറ്റടിച്ചു വരാഞ്ഞാൽ ഒരു പൊറുതിയേടാണ് കേട്ടോ. ഒരു ദിവസം അടിച്ചു വരും, പിറ്റേന്ന് അടിച്ചു വരൂല, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്ന് അടിച്ചു വരാഞ്ഞാൽ നിറച്ച് ചമ്മരുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും കുടയും ചൂടി കണ്ടാണ് കേട്ടോ ഇന്ന് മിറ്റടിച്ചു വരുന്നത്. അപ്പോൾ ഞാനിതാക്കണേ 2 ഭാഗവും അങ്ങനെ കുടയൊക്കെ ചൂടിയിട്ട് അങ്ങനെ മിറ്റടിച്ച് വരണം. നമ്മളെ സനുട്ടനാണ് കേട്ടോ വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ ഓനോട് ഇങ്ങനെ ചോദിച്ചാണ് കേട്ടോ, കാണുന്നുണ്ടോ മിറ്റടിച്ച് വരുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ മിറ്റടിച്ച് വരലൊക്കെ അങ്ങനെ കഴിഞ്ഞ് വന്ന് ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മളെ ഉള്ളി കൂട്ടാനും കൂടി ഒന്ന് സെറ്റാക്കി എടുത്തേക്കണം കേട്ടോ. ഇന്നിപ്പോൾ തന്നെയാണ് കേട്ടോ, ഇന്നിപ്പോൾ ഒരു ചാറൊന്നും ഉണ്ടാക്കണില്ല. അപ്പം ഈ കായ ഉണ്ടെങ്കിൽ എന്താ അപ്പം ഇതിൻ്റെ പേര്, പൂഗത്തിക്കായ്. നമുക്ക് മുന്നോട്ടി പറഞ്ഞാണ്, മറന്നിന് ഞാൻ. പുകത്തിക്കായാണ് കേട്ടോ. ഇത് നല്ല രസമാണ് കേട്ടോ അത് തിന്നാൻ. നല്ല പുളിയാണ് മക്കളെ, കണ്ടമാനം തിന്നാൽ എന്താണെന്നറിയാം, നാവുമത്തെ തോലും കെട്ട് പോകും. അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ അതൊരു രസം തന്നെയാണ് കേട്ടോ. പണ്ടൊക്കെ അത് എത്ര കാലം തിന്നിനിയോ, അതേ പറഞ്ഞ മതി. തടത്തിയും കിട്ടാനിപ്പോൾ ഇല്ല. ഞാൻ അപ്പം നാളെ എവിടുന്നോ ബസ്സിൽ നിന്ന് പോന്നപ്പോൾ കണ്ടീനി കേട്ടോ. അപ്പോൾ അതാ കുട്ടികളൊക്കെ ഇങ്ങനെ തിന്നുന്നുണ്ട് കേട്ടോ, ഒന്ന് തിന്നു എന്നൊക്കെ പറയാണ്. ഇന്നതാക്കണേ നമ്മളെ മട്ടലുണ്ടായിനല്ലോ വെട്ടി ചീന്തിട്ട് ആ കോണീൻ്റെ അവിടെ, അതേ കത്തിച്ചുമ്പോൾ ഭയങ്കര ഒന്ന് തണുത്തിട്ടാ തോന്നുന്നുണ്ട്, കത്താൻ ഭയങ്കര പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടിന്നറിയാം, നമ്മൾ ചോറും കൂട്ടാനൊക്കെ വെച്ചിട്ട് പിന്നെ തിജ്ജുണ്ടല്ലോ, അപ്പോൾ ആ അടുപ്പിൻ്റെ മേലെ ഇങ്ങനെ അട്ടിക്കാക്കി വെച്ചാൽ ആ ചൂടോട് കൂടി ഒന്നും കൂടി അങ്ങോട്ട് ഉണങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ പിന്നെ വിറക് കത്തിക്കോളെ. അപ്പോൾ രാവിലെ നമ്മൾ തിജ്ജ് കൂട്ടുമ്പോൾ ഭയങ്കര ഗതികേടാണ് കേട്ടോ, തിജ്ജ് കത്താൻ തന്നെ പ്രയാസമാണ്. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് അട്ടിക്ക് വെച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.